പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പിയോഗേറ്റ് പാർട്ട് 1-ൻ്റെ തുടക്കം എന്ന് പറയുവാണ്. ഞാൻ ഈ ചാനലിൽ പിയോഗേറ്റ് പാർട്ട് 1-ൻ്റെ സെക്ഷൻസ് കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പിയോഗേറ്റ് പാർട്ട് 1-ൻ്റെ ഒരു സ്റ്റാർട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർഷനകത്ത് കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അത് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിയോഗേറ്റ് പാർട്ട് 1 എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലാൻഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ സംബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇത് കസ്റ്റമേഴ്സിനുള്ള ഒരു ഗൈഡ് പോലെയാണ്. കസ്റ്റമേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ എന്താണ് നമ്മുടെ സേവനങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ റൂൾസുകൾ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള, കസ്റ്റമേഴ്സിന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഗൈഡ് പോലത്തെ സംഭവമാണ് പിയോഗേറ്റ് പാർട്ട് 1 എന്ന് പറയുന്നത്. പിയോഗേറ്റ് പാർട്ട് 2 ആണ് ഫോറിൻ പോസ്റ്റ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. പിയോഗേറ്റ് പാർട്ട് 1 ഇൻലാൻഡ് പോസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ഇൻലാൻഡ് പോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് 7 സെക്ഷൻസ് ഉണ്ട്. പിയോഗേറ്റ് പാർട്ട് 1-നകത്ത് 7 സെക്ഷൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പല പല ഭാഗങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഈ പിയോഗേറ്റ് പാർട്ട് 1-നകത്ത് 7 സെക്ഷനുകളുണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കാം ഞാൻ. അതായത് 7 സെക്ഷനുകൾ 273 ക്ലോസസുമാണ് പിയോഗേറ്റ് പാർട്ട് 1-നകത്തുള്ളത്. അപ്പോൾ സെക്ഷൻ 1 ജനറൽ, സെക്ഷൻ 2 ലെറ്റർ ആൻഡ് പാഴ്സൽ പോസ്റ്റ്, സെക്ഷൻ 3 ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾ, സെക്ഷൻ 4 പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ്, 5 മണി ഓർഡേഴ്സ്, 6 ഫിലാറ്റലി, 7 പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് PLI. അപ്പോൾ ജനറലിൽ ലെറ്റർ ആൻഡ് പാഴ്സൽ പോസ്റ്റ്, ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ്, പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ്, മണി ഓർഡേഴ്സ്, ഫിലാറ്റലി, പിന്നെ PLI പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. അങ്ങനെ 7 സെക്ഷൻസ് ആണ് പിയോഗേറ്റ് പാർട്ട് 1-നകത്തുള്ളത്. 271 ക്ലോസസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്ലോസ് കൺട്രോൾ, അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും കൺട്രോളാണ്. കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഭരണകാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മളെ ഭരണം നടന്നു പോകുന്നത്, ഏതാ പോസ്റ്റൽ DOPയുടെ ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ തരംതിരിവുകൾ, ഏതൊക്കെ പ്രോട്ടോകോൾസ്, ഏതൊക്കെ തട്ടായിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ, അതൊക്കെയാണ് നമ്മൾ കൺട്രോൾ എന്ന ഒരു ക്ലോസിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്ന് ഉള്ളൊരു ചോദ്യം. അതായത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? പല മിനിസ്ട്രികളുണ്ട്. ഇപ്പോൾ ഡിഫൻസ് കൈകാര്യം ചെയ്യാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉണ്ട്. അത് നമ്മൾ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് DOP വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്നാണ്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ അണ്ടറിലാണ് DOP എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആദ്യത്തെ ചോദ്യം വന്നു, അപ്പൊ ആരാണ് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ്? അപ്പൊ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ പേര് പഠിച്ചു വയ്ക്കുക, ആ മിനിസ്റ്ററുടെ പേര് പഠിച്ചു വയ്ക്കുക. ഞാൻ ആ പേര് ഇപ്പൊ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ എന്നും കിടക്കുന്ന ഒരെണ്ണമാണ്. അപ്പൊ ഇത് നാളെ അതിന് ആ ഒരു പേരിന് ചേഞ്ച് വന്നാൽ ആ സമയത്ത് ഈ വീഡിയോ കാണുന്നവർക്ക് അത് മിസ്ലീഡിങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അപ്പം നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ പേര് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസിന് അണ്ടറിലാണ്. നമുക്കൊരു മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സഹമന്ത്രിയുണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പേരാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. പുള്ളിയാണ് നമ്മളെ DOP ഹെഡ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഈസ് ഹെഡഡ് ബൈ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി എന്നാണ് ഉത്തരം വരുന്നത്. സെക്രട്ടറിയുടെ പേര് നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സഹമന്ത്രി ഉണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി ആണ്. സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ് നമ്മൾ ഹെഡ് ചെയ്യുന്നത്, സെക്രട്ടറിയാണ് ഹെഡ് ചെയ്യുന്നത്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DG ആണ്, DG പോസ്റ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉള്ളത്. പുള്ളിയാണ് നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ പറയുമ്പോഴത്തേക്കും ഹെഡ് DG പോസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് അതിന്റെ തരംതിരിവുകൾ വരുന്നത്, ഇങ്ങനെ മേളിയും താഴോട്ട് ഇങ്ങനെ തട്ടായിട്ടുള്ള ചാർട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കി കാണാൻ പറ്റും മിനിസ്റ്റർ, അത് കഴിഞ്ഞ സഹമന്ത്രി, പിന്നെ ഈ സെക്രട്ടറിയോട് ചേർന്നാണ് DGയും കിടക്കുന്നത്. ഏകദേശം സെയിം അധികാരങ്ങളാണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി
ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DG പോസ്റ്റ് എന്നാണ് ഉത്തരം. തെറ്റിപ്പോരുത്, തിരിഞ്ഞു പോരുത്. ഈ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെക്രട്ടറി, പിന്നെ DG ഇതും തിരിഞ്ഞു പോരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരുപാട് ചേഞ്ചസ് വന്ന ഒരു ഭാഗമാണ് പോസ്റ്റൽ സർവീസ് ബോർഡ്, PSB. പോസ്റ്റൽ സർവീസ് ബോർഡിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് പോസ്റ്റൽ സർവീസ് ബോർഡൊക്കെ. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറിയാണ്. PSBയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. കുറച്ച് മുമ്പ് സെക്രട്ടറി എന്ന് പറഞ്ഞില്ലേ, ആ സെക്രട്ടറിയാണ് PSBയുടെ ചെയർമാൻ. അപ്പൊ PSBയിൽ ഈ ചെയർമാൻ പ്ലസ് 7 മെമ്പേഴ്സ് ആണുള്ളത്. മാറ്റം വന്നിട്ടുണ്ട്, 7 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ. അപ്പൊ ആ മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജി, ഓപ്പറേഷൻസ്, പേഴ്സണൽ, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ് ക്വാളിറ്റി ആൻഡ് മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇങ്ങനെയാണ് 7 മെമ്പേഴ്സ് PSBയിലെ. ഇതിൽ ആദ്യത്തേത് ടെക്നോളജി, ഓപ്പറേഷൻസ്, പേഴ്സണൽ, ഈ 3 എണ്ണവും പഴയ തന്നെയാണ്, മാറ്റമില്ല. ബാക്കിയൊക്കെ മാറ്റം വന്നതാണ്. ഫിനാൻഷ്യൽ സർവീസസ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ് ക്വാളിറ്റി ആൻഡ് മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇതൊക്കെ മാറ്റം വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ പഴയ ഒരു തസ്തികയും പുതിയതായിട്ട് വന്ന മാറ്റങ്ങളും. അപ്പൊ നമ്മുടെ DOPയുടെ ഭരണസ്ഥിരാ കേന്ദ്രം പോസ്റ്റൽ സർവീസ് ബോർഡാണ്. അതിൽ 7 മെമ്പേഴ്സ് ആണുള്ളത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറി തന്നെയാണ്. പക്ഷേ ഒരു തിരിഞ്ഞു പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ PSBയുടെ ചെയർമാൻ നമ്മുടെ സെക്രട്ടറിയാണ്. ഈ PSBക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. PSBയുടെ ചെയർമാനാണ് നമ്മുടെ സെക്രട്ടറി. നമുക്കൊരു സെക്രട്ടറി ഉണ്ട്, DOPക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. DOP ഹെഡ് ചെയ്യുന്ന സെക്രട്ടറിയാണ്. ഈ സെക്രട്ടറിയാണ് PSBയുടെ ചെയർമാൻ. PSBക്ക് ചെയർമാൻ ഉണ്ട്, സെക്രട്ടറി ഉണ്ട്. PSBയുടെ ചെയർമാൻ ആരാ? നമ്മുടെ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. അതിന്റെ സെക്രട്ടറി ആരാ? അതൊരു ഡെപ്യൂട്ടി DGPS കാറ്റഗറിയിലുള്ള ഒരു സീനിയർ സ്റ്റാഫ് ഓഫീസറാണ് ഈ PSBയുടെ സെക്രട്ടറി. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, തിരിഞ്ഞു പോരുത്. PSBക്ക് ചെയർമാനുണ്ട്, സെക്രട്ടറി ഉണ്ട്. PSBയുടെ ചെയർമാൻ ആരാണ്? നമ്മുടെ സെക്രട്ടറി ഓഫ് പോസ്റ്റ്, സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. അതിന്റെ സെക്രട്ടറി ആരാണ്? സീനിയർ സ്റ്റാഫ് ഓഫീസർ. ആ ഒരു സീനിയർ സ്റ്റാഫ് ഓഫീസറിന്റെ കേഡർ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി DGPS ആയിരിക്കും. ഇനി PSBയിലോട്ട് പെർമനന്റ് ഇൻവൈറ്റീസ് ഉണ്ട്, സ്ഥിരം ക്ഷണിതാക്കള്. 2 പേരാണ്. ഒന്ന് DG പോസ്റ്റ്, രണ്ടാമത്തത് AS and FA, അഡീഷണൽ സെക്രട്ടറി ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ. ഒറ്റ ആളാണ്. കേൾക്കുമ്പോൾ 2 ആളാന്ന് തോന്നും. നിങ്ങൾ നോക്കിയാൽ മതി, AS and FA എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് 2 എണ്ണം അല്ല. ഇപ്പൊ DG പോസ്റ്റും അഡീഷണൽ സെക്രട്ടറി ആൻഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുമാണ് 2 പെർമനന്റ് ഇൻവൈറ്റീവ്സ്, സ്ഥിരം ക്ഷണിതാക്കൾ എന്ന് പറയും. അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ പോസ്റ്റൽ സർവീസ് ബോർഡ് ഞാൻ പറഞ്ഞു. പോസ്റ്റൽ സർവീസ് ബോർഡിനകത്ത് 7 മെമ്പേഴ്സ് ഉണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പോർട്ട്ഫോളിയോസ്, ഈ മെമ്പേഴ്സിന്റെ ഒക്കെ പേര് ഓർത്ത് വെക്കാൻ ഒരു കോഡ്, ഇതിനു മുമ്പ് നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്. അത് പുതിയ കോഡ് വേണമല്ലോ. ഹിസ് ടോപ്പ് ഫാഷൻ എന്നാണ്. ഹിസ് ടോപ്പ് ഫാഷൻ, അവന്റെ മുന്തിയ ഫാഷൻ എന്നുള്ളത്. അടുത്ത് ഹിസ്, Hൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് കിട്ടും, Iൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ, Sൽ നിന്ന് സർവീസ് ക്വാളിറ്റി ആൻഡ് മാർക്കറ്റിംഗ്, ടോപ്പ് T ഫോർ ടെക്നോളജി, O ഫോർ ഓപ്പറേഷൻസ്, P ഫോർ പേഴ്സണൽ, ഫാഷനിൽ നിന്ന് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് കിട്ടും. ഇതിനകത്ത് ടോപ്പ് എന്നുള്ള ഒരു വാക്ക് ഓർത്തിരുന്നാൽ അതാണ് ചേഞ്ച് വരാത്ത പഴയ ടേം തന്നെയാണ് ടോപ്പ്. അതിന് മാറ്റം ഉണ്ടായിട്ടില്ല, ബാക്കിയെല്ലാം മാറിയിട്ടുള്ളതാണ്. അടുത്തത് ഈ പറഞ്ഞ ഒരു ചാർട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഭരണത്തിന്റെ ഓർഗനൈസേഷന്റെ ഒരു തരംതിരിവ്, തട്ടുകൾ, അതെല്ലാം അതിനെ കുത്തിയിരുന്നൊന്നും അനലൈസ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല എക്സാം വൈസിൽ. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ട്. പിന്നെ നമുക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് ന്യൂഡൽഹിയിൽ, ഡാക് ഭവൻ, ഡയറക്ടറേറ്റ് എന്നൊക്കെ പറയും. പിന്നെ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറേറ്റിന്റെ അണ്ടറിൽ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറേറ്റ്, പാഴ്സൽ ഡയറക്ടറേറ്റ്, PLI ഡയറക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് തരംതിരിവുകളാണ്. ഓരോന്നിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും ഇതങ്ങ് നോക്കി പോയാൽ മതി. അതിനകത്തൊരു ചാർട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ നമ്മുടെ ഓർഗനൈസേഷന്റെ തട്ടുകൾ. അതെല്ലാം കുത്തിയിരുന്ന് ഇങ്ങനെ അനലൈസ് ചെയ്യേണ്ട കാര്യം നമുക്ക് തൽക്കാലം എക്സാം വൈസിലില്ല. ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കിയാൽ മതിയാവും, നമുക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും. അപ്പൊ ഡയറക്ട് കൺട്രോൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറേറ്റിന്റെ അണ്ടറിലെ PLI ഡയറക്ടറേറ്റ്, പാഴ്സൽ ഡയറക്ടറേറ്റ്, ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറേറ്റ്, CEPT, റാഫി അഹമ്മദ് കിദ്വായ് നാഷണൽ പോസ്റ്റൽ അക്കാദമി, ആർമി പോസ്റ്റൽ സർവീസ്, സർക്കിൾ ഓഫീസ്. ഇപ്പൊ ഇത്രയാണ് ഡയറക്ടറേറ്റിന്റെ അണ്ടറിൽ വരുന്നത്. ഈ പുതിയ ടീമുകളുകൊണ്ടൊന്നും പേടിക്കേണ്ട, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, തൽക്കാലം കേട്ടിരിക്കുക. ഇത്രയാണ്
ഡയറക്ടറേറ്റിന്റെ അണ്ടറിൽ വരുന്നത്. അടുത്ത സർക്കിൾ ഓഫീസിന്റെ അണ്ടറിൽ എന്തൊക്കെ, ഈ അണ്ടർ ഡയറക്ടറേറ്റിന്റെ അണ്ടറിൽ ലാസ്റ്റ് സർക്കിൾ ഓഫീസ് വന്നില്ലേ, ഇനി സർക്കിൾ ഓഫീസിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും? റീജിയണൽ ഓഫീസ്, RLO, CSD നാസിക്, പിന്നെ റീജിയണൽ ഓഫീസിന്റെ അണ്ടറിൽ എന്തൊക്കെ, പോസ്റ്റൽ ഡിവിഷനിൽ വരുന്നുണ്ട്, RMS ഡിവിഷനിലൊക്കെ വരുന്നത് ഈ റീജിയണൽ ഓഫീസിന്റെ അണ്ടറിലാണ്. PSD വരുന്നുണ്ട്, പോസ്റ്റൽ ട്രെയിനിങ്സ് ആൻഡ് PTC വരുന്നുണ്ട്, GPO ആൻഡ് യൂണിറ്റ് HPA വരുന്നുണ്ട്, ഫോറിൻ പോസ്റ്റ് വരുന്നുണ്ട്, MMS മെയിൽ മോട്ടോർ സർവീസ് വരുന്നുണ്ട്. ഇത് ചുമ്മാ കേട്ടിരിക്കുക. ഇനി ഞാൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഓരോ ടേമുകൾ ഇതിനകത്തുള്ള. അത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കത്തും. അപ്പം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. ഭരണ സൗകര്യത്തിനായിട്ട് 23 സർക്കിളുകളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. സർക്കിളിന്റെ അണ്ടറിൽ റീജിയനുകൾ വരും, റീജിയൻ അണ്ടറിൽ ഡിവിഷൻസ് വരും. അങ്ങനെയാണ് അതങ്ങനെ തരംതിരിവ് പോകുന്നത്. ഓരോ സർക്കിളുകളുണ്ട്. സർക്കിളിന്റെ അണ്ടറിൽ സർക്കിളിനെ പിന്നെ എന്തായിട്ട് തിരിച്ചു വെച്ചേക്കുന്നത്? റീജിയൻസ് ആയിട്ട് തിരിച്ചു വെച്ചേക്കുന്നു. നമ്മളിപ്പോ ഈ സംസ്ഥാനം ഒരു രാജ്യത്തിന്റെ കേസരം രാജ്യം മൊത്തത്തിൽ എടുത്ത് ആരും ഭരിക്കുമല്ല, അത് സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളെ പിന്നെ ഇങ്ങനെ ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട്, പഞ്ചായത്ത്, അങ്ങനെ ആ ഒരു സെൻസിൽ നമുക്ക് ഭരണ സൗകര്യത്തിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് 23 സർക്കിളുകളുണ്ട്. സർക്കിളുകളെ പിന്നെ റീജിയൻസ് ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്, റീജിയൻസിനെ പിന്നെ ഡിവിഷൻസ് ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഡിവിഷൻ തന്നെ പോസ്റ്റൽ ഡിവിഷനുണ്ട്, RMS ഡിവിഷനുണ്ട്, അങ്ങനെ 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 ആ തട്ട് ഇങ്ങനെ വരും. അപ്പൊ പറഞ്ഞു വന്നത് 23 സർക്കിളുകളാണ് നമുക്കുള്ളത്. പിന്നെ ഒരു ബേസ് സർക്കിളുണ്ട്, APS, ആർമി പോസ്റ്റൽ സർവീസ്. 23 സർക്കിളുകളുണ്ട്, 23 PAOs ഉണ്ട്, പോസ്റ്റൽ അക്കൗണ്ട് ഓഫീസസ്. അതായത് സിമ്പിളി ആ പേര് പോലെ തന്നെ ഓർത്ത് വെച്ചേക്കുക. അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസ്. അപ്പൊ 23 സർക്കിളുകളുണ്ട്. ഓരോ സർക്കിളിലും ഓരോ PAO വെച്ചിട്ട് 23 PAOs ഉണ്ട്, പോസ്റ്റൽ അക്കൗണ്ട് ഓഫീസസ്. അപ്പൊ അത് ഓർത്തിരിപ്പിച്ചേക്കുക. 23 സർക്കിളുകളുണ്ട്. ഒരു ബേസ് സർക്കിൾ ആർമി പോസ്റ്റൽ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്കറിയാവുന്നതാണ്, അതിന്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് സേനാ ഠാക് ഭവനാണ്, ന്യൂഡൽഹി. അതിന്റെ ഹെഡ് ഓഫ് APS എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ആണ്. അഡീഷണൽ ഡയറക്ടർ ജനറൽ. അദ്ദേഹത്തിന്റെ കേഡർ, അദ്ദേഹത്തിന്റെ പദവി ഒരു മേജർ ജനറലാണ്. മേജർ ജനറൽ ആണ് അദ്ദേഹത്തിന്റെ പദവി. തിരിഞ്ഞു പോരുത്. മേജർ ജനറൽ പദവിയുള്ള ഒരു അഡീഷണൽ ഡയറക്ടർ ജനറൽ ആണ്, ADG, അഡീഷണൽ DG ആണ് APSന്റെ ഹെഡ്. അപ്പൊ ഈ ആർമി പോസ്റ്റൽ സർവീസ് ബേസ് സർക്കിൾ എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചോദിച്ചു കഴിഞ്ഞാൽ, പേര് സൂചിപ്പിക്കുന്ന പോലെ ആർമിയുടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് APS എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. APS ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എഴുതി വെക്കരുത്. കാരണം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ് ബേസ് സർക്കിൾ വരുന്നത്, APS വരുന്നത്. തെറ്റിപ്പോരുത്. അതിൽ ഈ റിക്രൂട്ട്മെന്റ് വരുന്നത് 75% നമ്മുടെ പോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോകും. ബാക്കിയുള്ള 25% സേനയിൽ നിന്ന്, ആർമിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 2 HO സ്റ്റാറ്റസ് ഉള്ള ഓഫീസസുകളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് 56 APO, 99 APO എന്ന് പറയുന്നത്. ഇത് രണ്ട് HO സ്റ്റാറ്റസ് ഉള്ള ഓഫീസുകളാണ് APSനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും. പിന്നെ ഇപ്പം 2 HO സ്റ്റാറ്റസ് ഉള്ള ഓഫീസുകളുണ്ട്. പിന്നെ 500 ഫീൽഡ് പോസ്റ്റ് ഓഫീസസുകളുണ്ട്, അത് SO സ്റ്റാറ്റസ് ഉള്ളതാണ്. പിന്നെ സെക്ഷൻ ബേസ് പോസ്റ്റ് ഓഫീസസും ഉണ്ട് APSൽ വരുമ്പോഴത്തേക്കും. 1 CBPO അല്ലെങ്കിൽ 56 APO ന്യൂഡൽഹിയിലാണ്. 1 CBPO 99 APO കൊൽക്കത്തയിലാണ്. APS ട്രെയിനിങ് സെൻറ്റർ എവിടെയാണെന്ന് ചോദിക്കും. ക്യാംറ്റി നാഗ്പൂറാണ് ഇതിൻ്റെ ട്രെയിനിങ് സെൻറ്റർ വരുന്നത് ആർമിയുടെ. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് പോസ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.